ഇവിടെ ഒന്നും ചുറ്റത്തില്ല. ഇന്നലെ നിന്നമാലും നിന്റെ വേറെ വന്നേ കുട്ടികളെ കഴിഞ്ഞ ഇവിടത്തെ കേൾക്കും. പക്ഷെ നമ്മളങ്ങനെയല്ല കിടക്കുന്നത്. നമ്മളിങ്ങനെ തല ഇങ്ങനെയാണ് എല്ലാരും കിടക്കണം. നല്ല അങ്ങനെയാണോ? ചെവിയുടെ മുകളിലേക്ക് കൈ വരണ്ടേ? ഇങ്ങനെ വരണ്ടേ? അങ്ങനെ തല തലയെത്തി ആ ചെവിയുടെ മുകളിലേക്ക് കൈ വരണമെങ്കിൽ വെള്ളത്തിന് മുകളിൽ കൈ വരണം. ഇങ്ങനെ വരണം. കാല് ഇതേപോലെ നേരെ പിടിക്കണം. കാലിങ്ങനെ നേരെ പിടിക്കണം, ചേർത്ത് പിടിക്കണം. സമ്മതിച്ചോ? എല്ലാവരും സമ്മതിച്ചോ? ഇതേപോലെ മാത്രം ചാടോളൂ. സമ്മതിച്ചില്ലേ? അങ്ങനെ കുട്ടികളാണ് മാറ്റി. കൈ ശരിക്കും പൊങ്ങി വരാൻ വെള്ളത്തിന്റെ ലെവലിൽ പൊങ്ങി വരണം. ചെവിയുടെ മുകളിൽ കൈ വരണം. കാല് ഇതുപോലെ നേരെ പിടിക്കണം. ഇങ്ങനെ നേരെ പിടിക്കണം. എന്നിട്ട് മുട്ട അനക്കാണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെയാണോ നിങ്ങൾ അടിക്കുന്നത്? ഇങ്ങനെയാണോ? ആ മാറ്റിക്കോളൂ. അങ്ങനെ മാറ്റിക്കോളൂ. നല്ല കൈ കഴിക്കണം. ഇങ്ങനെ വെക്കണോ? ആദ്യത്തെ മോളിക്കണ ഇങ്ങനെ വെള്ളത്തിന് മോളിക്കണ കൈ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ എടുക്കുന്നത് ചെയ്തല്ല ഇതേപോലെ എടുക്കണം. അടിയിൽ കൈ ഇങ്ങനെ കൂടെ വലിക്കണം. ഇങ്ങനെ വലിക്കണം. എന്നാലും അവിടെ ഈ വെള്ളത്തിന്റെ മോളിക്കണ കൈ എന്നിട്ട് അടുത്ത കൈ എടുത്തിട്ട് ഇങ്ങനെ വലിക്കണം. എന്നാലും കരിപ്പോളൂ. ഇതല്ല ഇങ്ങനെ വലിക്കില്ല. എല്ലാവരും വലിക്കൂലേ? ഇങ്ങനെ വലിക്കൂലേ? ആ അപ്പൊ UKG പോലെ ഇങ്ങനെ കാലടിക്കുക. കൈ ഇങ്ങനെ എടുക്കണം. ഇങ്ങനെ എടുക്കാം. ഒന്ന് കളിക്കണം. അങ്ങനെയാ ഒത്തിരി വൈഡായി പോരുത്. ഒത്തിരി പോരുത്. ഇങ്ങനെ തലയുടെ നേരെ നെറുകം തലയുടെ നേരെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ നല്ല ക്ലിയർ ആവട്ടോ. ഇങ്ങനെ ക്ലിയർ ആവും. ഈ തലയുടെ നേരെ ഇങ്ങനെ ഒത്തിരി അകന്ന് പോകാതെ ഇതേപോലെ തലയുടെ നേരെ ഇതേപോലെ തലയുടെ സമ്മതിച്ച എല്ലാവരും സമ്മതിച്ചിൽ വെച്ച് കൊടുക്കില്ലേ? വലത്തെ കൈ വെച്ച് കൊടുക്കുമ്പോ എവിടെ ഇരിക്കണ്ടേ? ആ ഇടത്തേക്ക് ഇങ്ങനെ ഇടത്തേക്ക് തിരിക്കാം. ഇങ്ങനെ തിരിക്കാം. ഇടത്തെ കൈ മോളിൽ നിന്ന് വെച്ച് കൊടുക്കുമ്പോ ഇപ്പുറത്തേക്ക് തിരിക്കുക. ഇങ്ങനെ തിരിക്കുക. വലത്തേക്ക് തിരിക്കുക. അപ്പൊ ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഇങ്ങനെ എണ്ണി കൊണ്ട് 1 2 3 ഇപ്പുറത്തേക്ക് തിരിക്കുക. അത് കഴിഞ്ഞിട്ട് 1 2 3 ഇപ്പുറത്തേക്ക് തിരിക്കുക കേട്ടോ. ഒരാള് കളിച്ചെന്നാ ഒരാള് കളിച്ചു വലത്തെ കൈ വയ്ക്കുമ്പോ ഇടത്തേക്ക് തിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് 1 2 3 ആ സമയത്ത് ഇടത്തേക്ക് ഇങ്ങനെ തിരിക്കണം. അത് കഴിഞ്ഞിട്ട് 1 2 3 പറയുമ്പോഴേ അങ്ങോട്ട് തിരിക്കാവുള്ളൂ കേട്ടോ. ഇങ്ങനെ തിരിക്കാവുള്ളൂ. 1 2 3 1 2 3 അങ്ങനെ തിരിക്കാവുള്ളൂ കേട്ടോ. ഇതൊക്കെ തിരിക്കരുത് കേട്ടോ. ഞാൻ തിരിക്കാം കേട്ടോ. 1 2 3 ആ സമയത്ത് ഇടത്തേക്ക് ഇങ്ങനെ തിരിക്കാം കേട്ടോ. ഇങ്ങനെ തിരിക്കാം. ഇനി ഇത് 1 2 ഈ കൈ വരുമ്പോഴാണ് ഇടത്തെ കൈ വരുമ്പോഴാണ് വലത്തേക്ക് ഇരിക്കുന്നത്. ഇങ്ങനെ തിരിക്കുന്നത് കേട്ടോ. ഓക്കെ സമ്മതിച്ചില്ലേ? ഓക്കെ എല്ലാവർക്കും മനസ്സിലായില്ലടാ? ഹലോ ഒന്ന് ശ്രദ്ധിച്ചോ. സുരക്ഷയുടെ ഒരു വിഷയമുണ്ട് നമുക്ക്. അതിന്റെ പേരില് ഇന്നലെ തുടങ്ങി നമ്മള് സുരക്ഷയ്ക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കും. ഇവിടെ ഉള്ളവർ മാത്രം, ഇവിടെ പറഞ്ഞിരിക്കുന്ന കൂടെ ഉള്ളവർ മാത്രമേ ഇറങ്ങാവുള്ളൂ. കൂടെ ആളുണ്ടെങ്കിൽ മാത്രമേ ഇറങ്ങാവുള്ളൂ. അല്ലെങ്കിൽ ഇറങ്ങരുത് ഒരു കാരണവശാലും. 6 കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടാവും. താഴെയുള്ള കുട്ടികളുടെ കൂടെ അച്ഛനും അമ്മയുടെയും മാത്രം വെളുപ്പിലേക്ക് ഇറങ്ങുക. പിന്നെ ലേഡീസിന്റെ കൂടെ 5 പേരെ പറഞ്ഞിട്ടുണ്ട്. 5 പേരിൽ ഒരാൾ അച്ഛൻ, അമ്മ, ഭർത്താവ് 22 കഴിഞ്ഞ് കൂടിയിട്ടുമില്ല, കുറഞ്ഞിട്ടുമില്ല, ഒഴുക്കില്ല. ഏറ്റവും നല്ല സമയമാണ് ഈ വർഷം. അപ്പൊ ഈ വർഷം ഇത്രയും ഒഴുക്ക് കുറഞ്ഞുകൊണ്ടാണ് ഈസി ആയിട്ട് 184 പേരെ എങ്ങനെയായിട്ടായാലും ചെയ്യാൻ പറ്റും. ഇവിടെ ട്രെയിനിങ് വളരെ ഈസിയാണ്. ശരി.
ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് നവംബർ തുടങ്ങി മെയ് 31 വരെ ക്ലാസ് ഇവിടെ നടത്തുന്നുണ്ട്. മെയ് 1 വരുന്നവരെ പോലും മെയ് 31 വേണം ആലോ പെരിയാർ ക്രോസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമോ? 31 മുമ്പ് നീന്തി കിടക്കും. അത് കഴിഞ്ഞ് നമ്മള് വേമ്പനാട്ടുകാരും നീന്തിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 520 കാര്യങ്ങൾ നടന്നില്ല. അപ്പൊ ഇത് ശ്രദ്ധിച്ചോ, പേരൻസാണ് നോക്കേണ്ട ആ കാര്യങ്ങൾ. കുട്ടികളാണ് കൂടുതൽ കാണുന്നത്. കുട്ടികളുടെ ബാച്ച് വരുമ്പോൾ അത് പേരൻസാണ് ഹെൽപ്പ് ചെയ്ത് ചെയ്യുന്നത്. പിന്നെ നമുക്ക് കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞതിനെ ഒതുങ്ങിയെന്നുണ്ടെങ്കിൽ അവർ പോകേണ്ട സമയമാണ്. അതിന് കുട്ടികളെ വളരെ ഏർപ്പാട് ചെയ്യണം. സുധീഷ് ബാബു UPBയുടെ കാര്യങ്ങളെല്ലാം കറക്റ്റല്ലേ? എല്ലാം കറക്റ്റല്ലേ? കൂടുമായിരിക്കും. ബാക്കി എല്ലാവരും വളരെ തെറ്റരുത്, സമയം കളയരുത് കേട്ടോ. നല്ല കഴിഞ്ഞെടുത്തല്ലോ UK. പോട്ടെ ഒരു 3 പേരുണ്ട്.